കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ആലുവ, ചെങ്ങമനാട്, നെടുമന്നൂർ എന്നിവിടങ്ങളിൽ ചുഴലി ആഞ്ഞു വീശിയത്. മഴയോടൊപ്പം വീശിയ കാറ്റിൽ മരങ്ങൾ നിലം തൊട്ടെന്ന പോലെ ആടിയുലഞ്ഞു. നിരവധി വൃക്ഷങ്ങൾ വീടുകൾക്ക് മുകളിലേക്ക് മറിഞ്ഞു വീണു. ആളുകൾ ജീവനും കൊണ്ട് പുറത്തേക്കോടി രക്ഷപ്പെടുകയായിരുന്നു. ഞാനിവിടെ സിറ്റൗട്ടിൽ ഇവിടെ നിൽക്കാറുന്നു, ഈ ഹെറത്ത് നിൽക്കാറുന്നു. ആ സമയത്ത് അങ്ങനെ നമ്മൾ അടിച്ചിട്ട് അകത്തോട്ടേക്ക് തള്ളി കൊണ്ടുപോയി. പിന്നെ വീട്ടിലെ സാധനങ്ങളൊക്കെ ഇങ്ങനെ പറന്ന്, പിന്നെ മരങ്ങളൊക്കെ, കൊമ്പുകളും ശിഖരങ്ങളൊക്കെ ഇങ്ങനെ അതായത് പറന്ന് ഓടിൻ്റെ മീതയിലേക്കും ഇവിടെ മുറ്റത്തൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് പേടിച്ചിട്ട് ഞാൻ അടുത്ത വീട്ടിലേക്ക് ഓടി. ആഞ്ഞടിച്ച ചുഴലിക്കാറ്റ് കാർഷിക മേഖലയിലും വൻ നാശനഷ്ടമുണ്ടാക്കി. 150ഓളം ജാതിമരങ്ങൾ, കായ്ഫലമുള്ള ജാതിമരങ്ങൾ തന്നെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നല്ല ഒരു അപകടങ്ങൾ തന്നെയായിരുന്നു. ആളപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഭാഗ്യവശാൽ. തഹസീൽദാരുടെ നേതൃത്വത്തിലുള്ള സംഘം നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി. അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് പ്രദേശവാസികൾ സംഘത്തോട് ആവശ്യപ്പെട്ടു. 14 വീടുകളോളം ഭാഗികമായിട്ട് കേടുപാടുകൾ സംഭവിക്കുകയും 2 വീടുകൾ പൂർണ്ണമായിട്ടും കേടുപാടുകൾ സംഭവിച്ചു. ഇതിന് അടിയന്തരമായ നടപടി സ്വീകരിച്ച് ഈ വീടുകളിലേക്ക് മെയിൻ്റനൻസിനോ അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ എത്രയും വേഗം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ചെയ്തു തരണമെന്ന് വില്ലേജ് ഓഫീസറോടും തഹസിൽദാരോടും ആവശ്യപ്പെടുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.